السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. വളരെ ആദരണീയരായ ഈ മുബാറക്കായ മഹനീയമായ വേദിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരെ, ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഈ മഹത്തായ മജ്ലിസ് അല്ലാഹു സബബായി സ്വീകരിക്കട്ടെ. ആരുടെ മദദുകൾ തേടിയാണോ, ആരുടെ മഹനീയമായ സാന്നിധ്യത്തിലാണോ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അവരുടെ മദദ് കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മുടെയും നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. പാറപ്പള്ളി മക്കാം കേരളത്തിൻ്റെ എന്നല്ല, പലപ്പോഴും കേരളത്തിന് പുറത്തു നിന്ന് പോലും ആത്മീയമായ ഒരു അനുഭൂതി പ്രതീക്ഷിച്ചുകൊണ്ട്, മനസ്സിന് ആത്മീയമായ ഒരു കുളിര് പ്രതീക്ഷിച്ചുകൊണ്ട്, നേറുന്ന വേദനകളിലും പ്രയാസങ്ങളിലും ചെറിയൊരു ആശ്വാസം ആഗ്രഹിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി മുഅ്മിനീങ്ങൾ വന്നണയുന്ന വളരെ മഹത്തായ പവിത്രമായ ഒരു മസാറാണ്. ഇവിടെ എല്ലാ ദിവസങ്ങളിലും രാവും പകലും എന്ന പോലെ മുഅ്മിനീങ്ങൾ വന്നെത്താറുണ്ട്. ഇവിടെയുള്ള സ്വലാത്ത് മജ്ലിസുകളിൽ മാസം തോറും പങ്കെടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എല്ലാ വർഷങ്ങളിലും ശഅബാൻ മാസത്തിൽ ഇവിടെ വെച്ച് നടക്കുന്ന, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരുടെ ഉറൂസ് മുബാറക്കിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അവർ ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ട് ചെറിയ കാലമൊന്നുമല്ല, വളരെ വളരെയേറെ കാലങ്ങൾക്കപ്പുറത്താണ് അവരവരുടെ നാടുകളിൽ നിന്ന്, ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ മദീനയിൽ നിന്ന് ഈ നാട്ടിലേക്ക് കടന്നു വന്നത്. ബിസ്മില്ലാഹി തുർബത്തി അർളിനാ വബിരീഖത്തി ബഅദിനാ യശ്ഫി മരീദുനാ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ചിലപ്പോഴൊക്കെ രോഗം വരുന്ന സന്ദർഭങ്ങളിൽ മദീനത്തെ മണലിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമനീര് കലർത്തിയിട്ട് മദീനത്തെ മണലിൽ ഇങ്ങനെ നാട്ടിപ്പിടിച്ച്, മണലിൽ വിരല് കുത്തിപ്പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, ബിസ്മില്ലാഹി തുർബത്തി അർളിനാ വബിരീഖത്തി ബഅദിനാ യശ്ഫി മരീദുനാ. അല്ലാഹുവേ, ഈ പവിത്രമായ ഭൂമിയിൽ, ഈ മഹത്തായ മണ്ണിൽ ഞങ്ങളിൽ ചിലരുടെ ഉമനീര് കലർന്നുകൊണ്ട് ഈ മണ്ണുകൊണ്ട് നീ ശിഫാ നൽകണേ തമ്പുരാനേ എന്ന് അഭിയുന്നരായ നമ്മുടെ കൊയിലാണ്ടി ഖാദി ടി കെ മുഹമ്മദ് കുട്ടി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് മഹാരഥന്മാരായ ഉലമാ പറയുന്നു, മുഹദ്ദിസീങ്ങൾ പറയുന്നു, മദീനത്തെ മണ്ണിന്റെ പവിത്രത കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓർമ്മപ്പെടുത്തുന്നത്. മദീനത്തെ മണ്ണ് രോഗങ്ങൾക്ക് പോലും ശിഫാ ആണ് എന്ന് മാത്രമല്ല, മറ്റു പല സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
മദീനയിൽ വെച്ച് മരണപ്പെടുന്നവർക്ക്, മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക്, മദീനയിൽ ഖബറൊരുക്കപ്പെടുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്നും ഹദീസുകളിൽ കാണാം. സഹീഹുൽ ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റു ചില ഹദീസിലും കാണാം, എന്റെ കാലശേഷം ഇസ്ലാം ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരും. ഇറാഖും ഇറാനും യമനും അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രവിശ്യകളിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശങ്ങൾ എത്തിച്ചേരും. അന്ന് അവിടെയെല്ലാം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. ആ സമയത്ത് ചിലപ്പോൾ എന്റെ ഈ മദീനയിൽ ദാരിദ്ര്യമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും, പ്രയാസമായിരിക്കും. ആ പ്രയാസത്തിന്റെ നാളുകളിൽ, ദാരിദ്ര്യത്തിന്റെ നെരിപ്പോടുകളിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഇറാഖുകാരും ഷാമുകാരും അതേപോലെ തന്നെ യമനുകാരെല്ലാം നിങ്ങൾക്ക് കത്തെഴുതും. എന്തിനാണ് ദാരിദ്ര്യം പിടിച്ച മദീനയിൽ നിങ്ങൾ ജീവിക്കുന്നത്? എന്തിനാണ് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് മദീനയിൽ തുടരുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നാൽ ഇവിടെ മനോഹരമായ ജീവിത സന്ധാരണത്തിനുള്ള മാർഗങ്ങളുണ്ട്, സുഭിക്ഷമായ തൊഴിലവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നോ എന്ന് നിങ്ങൾക്ക് അവർ കത്തുകൾ എഴുതുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ഘട്ടങ്ങളിലെല്ലാം എന്റെ മദീനയുടെ മഹത്വം മനസ്സിലാക്കി, എന്റെ മദീനയുടെ പുണ്യം മനസ്സിലാക്കി നിങ്ങൾ ഈ മദീനയിൽ തന്നെ തുടരുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം എന്ന് പോലും ഒരു വേള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അടക്കം ചെയ്യപ്പെടാൻ ഉത്തമമായ മണ്ണിൽ ഏറ്റവും പരിശുദ്ധമായത് മദീനയാണ്. മദീനത്തെ മണ്ണിന് പോലും പവിത്രതയുണ്ട്, രോഗശമനമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ മദീനയിൽ നിന്ന് തന്നെയാണ്. എന്നിട്ടും നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് തങ്ങൾക്ക് ലഭ്യമായ ഗതാഗത സൗകര്യങ്ങളിൽ, പായക്കപ്പലുകളിൽ, കാറ്റിലും കോളിലും ആടി ഉലഞ്ഞ് കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ചു മഹാരഥന്മാരായ സഹാബത്ത് ഈ മണ്ണിലേക്ക് കടന്നു വന്നതും അവരിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതും. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അങ്ങ് ആഫ്രിക്കയിലേക്ക് പോയത്, ചില ആളുകൾ ചൈനയിലേക്ക് പോയത്, മറ്റു ചിലർ പിൽക്കാലങ്ങളിൽ യൂറോപ്പിലേക്ക്, സ്പെയിനിലേക്ക് കടന്നുപോയത്, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്കെല്ലാം കടന്നുപോയത് വ്യക്തിപരമായ അവരുടെ താല്പര്യം കൊണ്ടല്ല. വ്യക്തിപരമായി അവർ നബിയെ പിരിയാൻ ആഗ്രഹിച്ചവരല്ല. വ്യക്തിപരമായി അവർ മദീനയോട് വിട പറയാൻ താല്പര്യപ്പെട്ടവരല്ല. വ്യക്തിപരമായി അവർ മരണപ്പെട്ടാൽ തങ്ങളുടെ മയ്യത്തുകളെ മദീനത്തെ മണൽപ്പരപ്പിൽ തന്നെ അടക്കം ചെയ്യണം എന്ന് ആഗ്രഹിച്ചവരും നിയ്യത്ത് ചെയ്തവരും ഒക്കെ ആയിരുന്നിട്ട് പോലും പിന്നെയും പിന്നെയും എന്തുകൊണ്ടാണ് അവർ എത്രയോ കാതങ്ങൾ അകലെയുള്ള ഭൂഖണ്ഡങ്ങൾ താണ്ടി, മാമലകൾ താണ്ടി, കടലോലുകൾ താണ്ടി ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം അവരുടെ വ്യക്തിപരമായ താല്പര്യത്തെക്കാൾ അവർ മുൻതൂക്കം നൽകിയത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ, വിശുദ്ധമായ ഈമാനിന്റെ പ്രഭയും പ്രകാശവും ലോകത്ത് വെളിച്ചമുള്ളതാക്കി തീർക്കണമെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരവസരത്തിലുള്ള പ്രഖ്യാപനത്തിനാണ്. ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, വലിയുബല്ലിഗി ഷാഹിദു വൽ ഗായിബ, ഏകദൈവ വിശ്വാസത്തിന്റെ വെളിച്ചം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മധുരം, തഖ്വയുടെ ഹൃദയത്തിന്റെ താളം മനസ്സാ സ്വീകരിച്ച എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിനെയും എത്ര കോടി മനുഷ്യർ അധിവസിക്കുന്നു, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇനിയും എത്ര മനുഷ്യർ ബാക്കി കിടക്കുന്നു. അവരിലേക്ക് കൂടെ ഈ നന്മയുടെ വെളിച്ചത്തിന്റെ സന്ദേശത്തെ നിങ്ങൾ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കണം. ഈ ശോഭ നിങ്ങൾ പകർന്നു കൊടുക്കണം. അവരുടെ ഹൃദയത്തിന്റെ തമോഗർത്തങ്ങളിലേക്ക് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെട്ടം കൊളുത്തി വെക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ഇനി ഒരിക്കലും ഒരുപക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്ത് നിന്ന് കണ്ടുമുട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നിട്ട് പോലും അവർ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നുപോയത് വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ യത്ലു അലൈഹിം എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചതിന്റെ താല്പര്യം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയും വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ, കേവലം അറിവിന്റെ കൈമാറ്റം മാത്രമല്ല, കേവലം വിജ്ഞാനങ്ങളുടെ കൈമാറ്റം മാത്രമല്ല, ആത്മാവില്ലാത്ത വിദ്യാഭ്യാസങ്ങളുടെ കൈമാറ്റം മാത്രമല്ല. ഇസ്ലാമും ഇതര പ്രത്യയ ശാസ്ത്രങ്ങളും വ്യത്യസ്തമാകുന്നത്, ഇസ്ലാമും ആധുനിക ഭൗതികവാദ കാലഘട്ടത്തിലുള്ള ചിന്താഗതികളും വ്യത്യസ്തമാകുന്നത്, പുതിയ കാലം എന്നുള്ളത് ഡാറ്റയുടെ ശേഖരണങ്ങളും കൈമാറ്റങ്ങളും മാത്രമാണ്, കേവല അറിവിന്റെ കൈമാറ്റങ്ങൾ മാത്രമാണ്, വിവരങ്ങളുടെ കൈമാറ്റം മാത്രമാണ്. എന്നാൽ വിശുദ്ധമായ ഇസ്ലാം കേവല അറിവിന്റെ കൈമാറ്റം എന്നതിനേക്കാൾ അപ്പുറം ആ മനുഷ്യരുടെ ഹൃദയങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുക, ഹൃദയത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റുക, ഹൃദയത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുക, മനുഷ്യനെ ആ മനുഷ്യന്റെ സാധ്യതകളിൽ നിന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ആത്മീയതയുടെ ഏറ്റവും പൂർണ്ണമായ ഉണർവിലേക്ക്, വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ദർശനം. എത്ര കണ്ട് മനുഷ്യനെ മാനവികമായ മൂല്യങ്ങളിലൂടെ, നല്ല സ്വഭാവങ്ങളിലൂടെ, എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതിന്റെ താല്പര്യം, ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നതിന്റെ താല്പര്യം, എന്നെ അല്ലാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചതിന്റെ താല്പര്യം എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും എല്ലാ നല്ല മൂല്യങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിച്ച് ആ വിശുദ്ധിയിലേക്ക് ലോക ജനതയെ മുഴുവനും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്വഭാവ സംസ്കാരങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ ഈ ലോകത്തേക്ക് അല്ലാഹു പറഞ്ഞയച്ചത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൗത്യം തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളായാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നുപോയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബായാലും അവര് നിർവഹിച്ച ദൗത്യവും അറിവിന്റെ കൈമാറ്റവും, ആ അറിവിലൂടെ മനുഷ്യരുടെ ഹൃദയത്തെ വിശുദ്ധിയുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ ഏറ്റവും മൂല്യമുള്ളവനാക്കി മാറ്റുക എന്നുള്ളതാണ്. ആധുനിക കാലവും ഇസ്ലാമും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അലിജ ഇസ്സത്ത് ബെഗോവിച്ച് എന്ന് പറയുന്ന ബോസ്നിയയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു ഇസ്ലാമിക ചിന്തകനും ദാർശനികനും കൂടിയാണ്. അദ്ദേഹം വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അലിജ ഇസ്സത്ത് ബെഗോവിച്ച് വിശുദ്ധമായ ഇസ്ലാമും ലോകത്തുള്ള ആധുനിക മൂല്യങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ പരിചയപ്പെടുത്തുന്നത്, ഡാർവിനിസം പോലെയുള്ള സിദ്ധാന്തങ്ങൾ മനുഷ്യൻ എത്ര കണ്ട് മൃഗത്തോട് സാമ്യതയുള്ളതാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും പഠനം നടത്തുകയും ചെയ്യുമ്പോൾ, അങ്ങനെയാണല്ലോ പുതിയ അല്ലെങ്കിൽ ആധുനിക ലോകം മനുഷ്യൻ എത്ര കണ്ട് മൃഗത്തോട് സാമ്യതയുള്ളതാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. മനുഷ്യൻ പരിണാമത്തിലൂടെ ഉണ്ടായതാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. മനുഷ്യൻ കുരങ്ങിൽ നിന്നോ മറ്റേതൊക്കെയോ ജീവജാലങ്ങളിൽ നിന്നോ പരിണാമത്തിലൂടെ സംഭവിച്ച ഒരു തരം മുന്തിയ മൃഗം മാത്രമാണ് മനുഷ്യൻ. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഇടയിലുള്ള സാമ്യതകൾ കണ്ടെത്തിയിട്ട് മനുഷ്യനെയും മൃഗങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ ഒരു ബുദ്ധിയുള്ള മൃഗം എന്നതിനേക്കാൾ അപ്പുറം മറ്റൊന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ ആധുനിക ചിന്താഗതികളും ഡാർവിനിസം പോലെയുള്ള ആശയ തലങ്ങളും ലോകത്തെ പഠിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ, വിശുദ്ധമായ ഇസ്ലാം നിർവഹിച്ച ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, എത്ര കണ്ട് മനുഷ്യനെ മൃഗീയമായ സ്വഭാവങ്ങളിൽ നിന്നും മൃഗങ്ങളുടെ സവിശേഷതകളിൽ നിന്നും എത്ര കണ്ട് മനുഷ്യനെ അകറ്റി നിർത്താൻ കഴിയും എന്നുള്ളതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ സവിശേഷത. അവരെല്ലാം മൃഗവും മനുഷ്യനും തമ്മിലുള്ള സാമ്യതകളെ
കുറിച്ച് സംസാരിച്ചപ്പോൾ വിശുദ്ധമായ ഇസ്ലാം സംസാരിച്ചു ലോകത്തുള്ള പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും ലോകത്തിന് പകർന്നു നൽകിയ സന്ദേശം എത്ര കണ്ട് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ മൃഗവും മനുഷ്യനും തമ്മിൽ എത്രമാത്രം വ്യത്യസ്തതകൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ കുറിച്ച്. അതുകൊണ്ടല്ലേ നിങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളുടെ ക്രമീകരണം പരിശോധിച്ചു നോക്കൂ. സൂറത്തുൽ ഫാത്തിഹ എന്ന വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനപരമായ അതിന്റെ മുഖവുര ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ആദ്യം വരുന്ന അധ്യായം അൽ ബഖറയാണ്. അൽ ബഖറ എന്ന് പറഞ്ഞാൽ ഒരു മൃഗമാണ്. ആ മൃഗത്തിൽ നിന്ന് ആ മൃഗത്തിന്റെ നാമകരണത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധമായ ഖുർആൻ പിന്നീട് അത് അവസാനം 114 സൂറകളുടെ ആദ്യത്തിലേക്ക് എത്തിച്ചേരുന്ന അവസരത്തിൽ അത് അവസാനിക്കുന്നത് അന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൻ നാസിലാണ് പിന്നീട് വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. മൃഗീയതയിൽ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ ഒരു മൃഗ പരിസരത്ത് നിന്ന് ആരംഭിച്ച് മനുഷ്യനെ വിശുദ്ധമായ ഖുർആൻ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ അന്നാസ് ലോകത്തിന് മുഴുവനും മാതൃകയാക്കാൻ കഴിയുന്ന വിശുദ്ധ മനുഷ്യരാക്കി തീർക്കുന്ന പ്രത്യയ ശാസ്ത്രമാണ് പരിശുദ്ധമായ ഖുർആൻ എന്നും നമ്മുടെ മഹത്തുക്കൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് രണ്ട് സ്വത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവികമായ ഒരു മൃഗീയമായ പരിസരങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാധ്യത. രണ്ടാമത്തത് മനുഷ്യന്റെ റൂഹാണ്. ഒന്ന് നമ്മുടെ ശരീരമാണ്, മറ്റൊന്ന് നമ്മുടെ റൂഹാണ്. ഒന്ന് നമ്മുടെ ജൈവികമായ സ്വത്വമാണ്, മറ്റേത് നമ്മളുടെ ആത്മീയമായ സ്വത്വമാണ്. ഇത് രണ്ടും കുടികൊള്ളുന്ന സാധ്യതയുടെ പേരാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നുള്ളത്. ഈ മനുഷ്യനെ ഈ മൃഗീയമായ സവിശേഷതകളിലേക്ക്, മൃഗീയമായ പരിസരങ്ങളിലേക്ക്, അത്തരം സ്വഭാവങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണോ വേണ്ടത്? അതല്ല, അത്തരം ഇടങ്ങളിലേക്ക് കൂപ്പുകുത്തി പോകാതെ മനുഷ്യന്റെ മുന്നിൽ അള്ളാഹു വരച്ചു കാണിച്ചിരിക്കുന്ന മലക്കൂത്തീയത്തിന്റെയും ജബറൂത്തീയത്തിന്റെയും ലോകത്തേക്ക് ഉയരാൻ കഴിയുന്ന തന്റെ ആത്മാവിനെ, തന്റെ റൂഹിനെ സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് വിലായത്തിന്റെയും മഹത്വത്തിന്റെയും ഔന്നിത്യങ്ങളിലേക്ക് കടന്നു പോവുകയാണോ വേണ്ടത്? ഇസ്ലാം മനുഷ്യനെ ക്ഷണിക്കുന്നത് ഈ മൃഗീയമായ പരിസരങ്ങളിൽ നിന്ന് റൂഹിനെ വിശുദ്ധമാക്കി, കൽബിനെ വിശുദ്ധമാക്കി, ആത്മാവിനെ സ്ഫുടം ചെയ്തെടുത്ത് ഈ പറഞ്ഞ ആത്മീയതയുടെ ഔന്നിത്യങ്ങളിലേക്ക്, പടവുകളിലേക്ക്, പുരോഗതിയിലേക്ക്, സോപാനങ്ങളിലേക്ക് കടന്നു പോകാനാണ്. എന്നാൽ നമ്മുടെ ലോകത്തുള്ള ആധുനിക പ്രത്യയ ശാസ്ത്രങ്ങൾ, ലിബറലിസം ആകട്ടെ, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, മുന്തിയതാണെന്ന പാക്കറ്റുകളിലും അങ്ങനെയുള്ള മോഡിഫിക്കേഷനോടും കൂടെ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന സ്വതന്ത്ര ചിന്താവാദങ്ങളായാലും അത്തരത്തിലുള്ള ആലോചനകളായാലും മനുഷ്യനെ മാനവികമായ മൂല്യങ്ങളിൽ നിന്ന് സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും സമഭാവനയുടെയും നന്മയുടെയും പരിസരത്ത് നിന്ന് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടെന്താ, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടെന്താ, നമ്മുടെ സമൂഹത്തിൽ ധാർമ്മികതയും മൂല്യങ്ങളും അനുദിനം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സിദ്ധാന്തങ്ങളും ഈ ആശയതലങ്ങളും ഇത്തരത്തിലുള്ള ചിന്താധാരകളും മനുഷ്യനെ ആത്മാവില്ലാത്ത ജീവിതമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റൂഹിന്റെ വിശുദ്ധിയെ കുറിച്ച് മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാതെ കേവലം ശാരീരികമായ സുഖഭോഗങ്ങളിൽ മാത്രം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, ഏറ്റവും മുന്തിയ ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല വീട്ടിൽ കടന്നുറങ്ങുക, അങ്ങനെ കേവല സുഖഭോഗങ്ങളിൽ, ആസ്വാദനങ്ങളിൽ മാത്രം തളച്ചിട്ടുകൊണ്ട് ആധുനിക കോർപ്പറേറ്റ് കുത്തകകളുടെ താല്പര്യങ്ങൾക്ക്, കമ്പോളങ്ങൾക്ക്, മാർക്കറ്റുകൾക്ക്, വിപണികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യാന്ത്രിക മനുഷ്യരായി അതിനേക്കാളപ്പുറം തന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന മഹത്തായ സന്ദേശങ്ങളൊന്നും പകർന്നു നൽകാൻ കഴിയാത്ത ലഹരിയുടെയും എല്ലാവിധ സാമൂഹിക തിന്മകളുടെയും നീരാളിപ്പിടുത്തങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ജീവിതങ്ങളുടെ ഇടയിലാണ് ഒരു അരുണശോഭ പോലെ, പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് പോലെ വിശുദ്ധമായ ഇസ്ലാമിന്റെ വെട്ടം എല്ലാ കാലങ്ങളിലും വിശ്വാസികളുടെ മുന്നിൽ പ്രശോഭിതമായി നിൽക്കുന്നത്. 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്തും വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്ന മോക്ഷത്തിന്റെ മാർഗങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വരച്ചു കാണിക്കപ്പെട്ടിരിക്കുന്ന റുജുവായ ഇസ്ലാമിന്റെ ജീവിത വഴികൾ
ആ വഴികളാണ് ഈ സമൂഹത്തെ, ഈ ലോകത്തെ ക്രമപ്രവൃദ്ധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ളത്. കാരണം വിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് അല്ലാഹുവിനാൽ നിർദ്ദേശിക്കപ്പെട്ട മതമാണ്. ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവനായ, മനുഷ്യനെ സംവിധാനിച്ചവനായ, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ, ത്രികാലജ്ഞാനിയായ, സർവകാലങ്ങളെക്കുറിച്ചും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും കാലത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ അസ്റാറുകളെക്കുറിച്ചും അതിനെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹു, അവൻ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം ഏത് രീതിയിൽ മുന്നോട്ട് പോയാലാണ് അതിവിജയത്തിന്റെ തുരുത്തിൽ എത്തിച്ചേരുക എന്ന് നിർണയിക്കാനുള്ള അധികാരം. ആ അധികാരത്തിലാണ് അല്ലാഹു ലോക മനുഷ്യർക്ക് മുഴുവൻ വെളിച്ചം നൽകുന്ന വഴിയായി വിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്നതും ആ ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ 6-ാം നൂറ്റാണ്ടിന്റെ ഘനാന്തകാരത്തെ കീറി മുറിച്ചു ഒരു ജ്യോതിർഗോളം പോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ കടന്നു വന്നത്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 23 വർഷത്തെ പ്രബോധന ദൗത്യം വളരെ മനോഹരമായി നിർവഹിച്ചുകൊണ്ട് ലോകവും ചരിത്രവും എഴുതി തള്ളിയിരുന്ന ഒരു സമുദായത്തെ വിശുദ്ധമായ ഖുർആനിലൂടെ യത്ലു അലൈഹിം, അവർക്ക് വിശുദ്ധമായ ഖുർആൻ ഓതി കൊടുത്തു. വയുസക്കീഹിം, അതേ പ്രകാരം തന്നെ അവരുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുത്തു. എന്നിട്ട് ലോകത്തിന്റെ മുന്നിൽ മുഴുവൻ മഹനീയമായ മാതൃകകളായി പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് അവർ കടന്നു വന്നു. അവരും അവരുടെ പിന്മുറക്കാരുമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം കൊണ്ട് ഹൃദയം പ്രകാശിച്ചു പോയ മഹത്തുക്കളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ, അംബിയാ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വിശുദ്ധരായ മനുഷ്യർ അത് അസ്ഹാബ് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഇജ്തമഅ ബിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക, ഒരു നിമിഷമെങ്കിലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വിശ്വാസത്തോടുകൂടെ ഒരുമിച്ചുകൂടി ആ സുഹബത്തിന്റെ പുണ്യത്തിൽ ഹൃദയത്തെ പ്രഭാപൂരിതമാക്കി തീർത്ത മഹാരഥന്മാരായ സഹാബത്ത്, അവരുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഇസ്ലാമെത്തിയ മഹനീയമായ പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ നാട്. കേരളീയമായ ഇസ്ലാമികമായ പൈതൃകത്തിന്റെ വേരുകൾ തേടിപ്പോകുമ്പോ ഈ കടലോരത്തേക്ക്, ഈ കുന്നിൻ ചെരുവിൽ, ഈ കുന്നിൻ മുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ അസ്ഹാബിലേക്ക്, അവരുടെ പിന്മുറക്കാരിലേക്ക് കേരളത്തിൽ വഴിഞ്ഞൊഴുകിയ പരന്നൊഴുകിയ ഇസ്ലാമിക വെളിച്ചത്തിന്റെ മുഴുവൻ പ്രഭവ കേന്ദ്രമായി തീരുന്ന ഒരു മഹത്തായ കുന്നിൻ ചെരുവിലാണ് അതിമനോഹരമായി മധ്യാഹ്നത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഭിവന്യരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും മഹത്തായ ജാമിയ ദാറുസ്സലാമിന്റെ കാര്യദർശിയുമായ ശൈഖുന എവി ഉസ്താദ് നമ്മുടെ ഈ മഹത്തായ പാറപ്പള്ളി ഉറൂസിന്റെ സമാപന വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്തയുടെ സമ്മേളനവും അതിന്റെ തിരക്കുകളും ഒക്കെ നടക്കുന്ന വേളയിൽ നമ്മളോടുള്ള ബന്ധം കൊണ്ട്, ഈ മഖാമിനോടുള്ള ബന്ധം കൊണ്ട് ഉസ്താദ് തിരക്കുകൾക്കിടയിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് വന്നു, മറ്റു ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ആ മഹത്തുക്കൾ, അല്ലാഹു ആദരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച മഹാരഥന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ അൽ മുവാലിബു അല ത്വാആത്ത്
വൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത് എന്നാണ് മഹാരഥന്മാരായ നമ്മുടെ ഉലമാ അല്ലാഹുവിന്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിനെ കുറിച്ച് അറിയാവുന്ന, ജീവിതത്തെ ഇസ്ലാമിക ദർശനങ്ങളിലായി ത്വാഅത്തിലായി പാകപ്പെടുത്തിയെടുത്ത, തിന്മകളിൽ നിന്ന് മാറി നിന്ന് ഹൃദയത്തെ വിശുദ്ധമാക്കിയ ആളുകൾ, അത്തരക്കാരായ അല്ലാഹുവിന്റെ ഔലിയാഇന് അല്ലാഹുവിന്റെ അരികിൽ പ്രത്യേകമായ പരിഗണനയുണ്ട്. അവരുടെ ജീവിതകാലത്തായാലും അവരുടെ മരണകാലത്തായാലും, മരണം എന്നുള്ളത് ഒന്നിന്റെയും അവസാനമല്ല എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അൽ മൗതു ലൈസ ബിഅദ്മിൻ മഹ്ലിൻ വലാ ഫനാഇൻ സുർഫിൻ. ഒരു മനുഷ്യൻ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അയാൾ സമ്പൂർണമായി നാശമടയുക എന്നല്ല. ഇന്നമാ ഹുവ ഇന്തിഖാലും മിൻ ദാരിൻ ഇലാ ദാർ. ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക്, ആലമുദ് ദുനിയയിൽ നിന്ന് ആലമുൽ ബർസഖിലേക്കുള്ള മാറ്റം മാത്രമാണ്. ആ മഹത്തുക്കൾ ഇപ്പോഴും അവരുടെ ഖബറുകളിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, ബർസഖിയായ ജീവിതം നയിക്കുന്നവരാണ്. അവരെ മുൻനിർത്തി നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയാൻ, തവസ്സുൽ നടത്താൻ കൂടിയാണ് നമ്മൾ ഈ മഹത്തായ ഉറൂസ് മുബാറക്കിൽ സംബന്ധിച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ റസൂലുള്ളാഹിന്റെ മഹത്തായ ഖബർ ശരീഫിന്റെ അരികിൽ വന്ന് പുണ്യ നബിയുടെ വഫാത്തിന്റെ ശേഷം ബിലാൽ ഇബ്നു ഹാരിസത്തുൽ മുസ്നി റളിയല്ലാഹു അൻഹു മഴ കിട്ടാതെ വന്നപ്പോൾ വന്ന് തവസ്സുൽ ചെയ്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഴയ്ക്ക് വേണ്ടി തവസ്സുൽ ചെയ്തതുപോലെ നാനാജാതി പ്രശ്നങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത പ്രയാസങ്ങൾ, പ്രാരാബ്ധങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, അതൊക്കെ ഉള്ള ആളുകളാണ് ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത്. ഈ മഹത്തുക്കളെ മുൻനിർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി വന്നവരാണ്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിൽ പറയണമെന്ന് തോന്നുന്ന വളരെ ദയനീയമായ, ഒരുപക്ഷേ അത്തരം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മളൊക്കെ മാനസികമായി തളർന്നു പോകുന്ന, ഏതാണ്ട് 3 വർഷമായി ഒരു 4 വയസ്സുള്ള കുട്ടിയുമായിട്ട് എനിക്കേറെ വേണ്ടപ്പെട്ട ഒരാൾ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് മാസമായാൽ 3 വർഷം പൂർത്തിയാകാനിരിക്കുകയാണ്. ഇതുവരെ ചികിത്സ നടത്തിയിട്ട് 60 ലക്ഷത്തിലേറെ രൂപ എന്റെ പ്രിയപ്പെട്ടവരെ ചെലവായി. ആ കുട്ടിയുടെ രോഗം എന്താണ് എന്ന് ഇപ്പോഴും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ വിവിധങ്ങളായ ഡോക്ടർമാർ വീഡിയോ കോളിലൂടെയും മറ്റും അവര് കൺസൾട്ട് നടത്തിയിട്ടും തീരുമാനമാക്കാൻ കഴിയാതെ ആ കുഞ്ഞിന് ശ്വാസം കഴിക്കാനുള്ള പ്രയാസമാണ്. ശ്വാസോച്ഛ്വാസം നടത്താൻ കഴിയാതെ ഇവിടെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു ഭാരം വെച്ചുകൊണ്ട് അതിലൂടെ ഒരു പൈപ്പ് ഇട്ടുകൊണ്ട് അതിലൂടെ ശ്വസന പ്രക്രിയ നടത്തേണ്ടി വരുന്ന, സംസാരിക്കാൻ കഴിയാത്ത, ശബ്ദമുണ്ടാക്കുമ്പോ ഈ കഴുത്തിന്റെ ഭാഗത്തിലൂടെ ഒരു കാറ്റ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ചെറിയ കുട്ടിയാണ്. ഇത് തട്ടിപ്പോയാൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഉമ്മയും ഉപ്പയും രണ്ടുപേരും സ്വസ്ഥതയോടുകൂടെ ഉറങ്ങിയിട്ട് 3 വർഷമാകാനായി. ഒരാൾ ഉറങ്ങുമ്പം മറ്റേയാൾ കാത്തിരിക്കണം, മറ്റേയാൾ ഉറങ്ങുമ്പം ഇയാൾ കാത്തിരിക്കണം. അങ്ങനെ 3 വർഷങ്ങളായി എന്താണ് രോഗമെന്ന് പോലും അറിയാതെ ഹോസ്പിറ്റലിൽ വളരെ പ്രയാസത്തിൽ ദുരിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ ഖളാ ആണ് എന്ന് പൊരുത്തപ്പെട്ടുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ, അങ്ങനെയുള്ള എത്രയോ രോഗങ്ങളുണ്ട്, പ്രയാസപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉസ്താദുമാർ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. അതേ പ്രകാരം തന്നെ നമ്മുടെ ഈ മഹത്തായ പാറപ്പള്ളി മഖാം ഉൾപ്പെടെയുള്ള ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന കൊല്ലം ജുമുഅത്ത് പള്ളി കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ ഏറ്റവും സജീവമായി പ്രായാധിക്യത്തിലും ഇതിനു വേണ്ടി ഓടി നടക്കാറുള്ള പ്രിയപ്പെട്ട അരയമ്പലത്ത് സിദ്ദീഖ് സാഹിബ്, അദ്ദേഹം ചെറിയ അസുഖം വന്ന് ഇപ്പം കുറച്ച് പ്രയാസകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ICUവിലാണ്. അദ്ദേഹത്തിന് ശിഫാഇന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ നേരത്തെ പരാമർശിച്ച ആ കൊച്ചു മോളുടെ അസുഖം മഹാരഥന്മാരായ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമയും കരുത്തും നൽകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ സിദ്ദീഖാക്ക് അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. അദ്ദേഹത്തിന് വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരാനും ഇവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ദീനീ ഖിദ്മത്തുകളിൽ സജീവമാകാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരീ സഹോദരന്മാർക്കെല്ലാം ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം അവസാനം ദുആയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ബഹുമാനപ്പെട്ട ശൈഖുന എബി ഉസ്താദ് നമ്മുടെ വേദിയിൽ എത്തിയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക്, എന്റെ ആമുഖ ഭാഷണത്തിന് വിരാമം കൊടുക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.